29/10/2025 കാറ്റഗറി നമ്പർ 191/2024 ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിന്റെ പരീക്ഷ പ്രിലിമിനറി പരീക്ഷ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ പ്രിലിമിനറി പരീക്ഷ ഇന്ന് രാവിലെ 7 AM to 8:35 PM AM വരെ പരീക്ഷ നടന്നു. അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ വിളിക്കുകയുണ്ടായി. സാറേ, പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്താമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്യുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരിക, പ്രിലിമിനറി പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശകലനമായ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് 4706 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് GK 10 മാർക്കും ഇംഗ്ലീഷ് 10 മാർക്കും അരിത്തമാറ്റിക് മെൻസ്ട്രേഷൻ 20 മാർക്കും അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി 60 മാർക്കുമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തിയ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പരീക്ഷ കുറച്ച് പ്രയാസമുള്ള പരീക്ഷയായിരുന്നു എന്ന് ഉദ്യോഗാർത്ഥികൾ അവകാശപ്പെടുന്നു. കാരണം പരീക്ഷയെ ഫേസ് ചെയ്യുമ്പോൾ ചോദ്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമ്മുടെ ഒരു പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. പ്രസ്തുത കാൽക്കുലേഷന് മുകളിൽ പരീക്ഷ വരുമ്പോൾ ആണ് പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നു എന്ന് ഉദ്യോഗാർത്ഥികൾ അവകാശപ്പെടുന്നത്. ആ രീതിയിലുള്ള ഒരു പരീക്ഷയാണ് നിലവിൽ ഇന്നത്തെ ദിവസം നടന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ പരീക്ഷ അത്ര ഉയർന്ന രീതിയിൽ ഉണ്ടാവില്ല എന്ന് പലരും വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, പ്രിലിമിനറി പരീക്ഷ ആയതുകൊണ്ട് തന്നെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കാം. കട്ടിയുള്ള സിലബസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല കടുകട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് നല്ല പ്രിപ്പറേഷനോടുകൂടി മുമ്പോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസ്തുത പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ പ്രയാസമായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുക. അതായത് എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഒരു 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രസ്തുത 100 പേരുടെ 100ാമത് വരുന്ന ആളുടെ മാർക്കാണ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ സമയത്ത് PSC ഉണ്ടായിരുന്നത് 2 ഒഴിവാണ് PSC പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സൈറ്റിൽ PSCയുടെ സൈറ്റിൽ തന്നെ 6 ഒഴിവുകൾ നിലവിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 59,100 117,400 ഇതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു 55നും 60നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. 55 മാർക്ക് ഉള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 55, 56 മാർക്കൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 55നും 60 മാർക്കിനും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് 60ൽ താഴെയുള്ള ഒരു കട്ട് ഓഫ് മാർക്കേ ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അപ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം കുറെ കൂടി ഉയരും. അതനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ പ്രയാസമായി തീരും. അപ്പോൾ അതുപോലെ തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ പ്രിലിമിനറി പരീക്ഷ ഫേസ് ചെയ്യുന്ന പോലെ അല്ല മെയിൻ പരീക്ഷ ഫേസ് ചെയ്യുന്നത്. മെയിൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി പരീക്ഷയുടെ അത്രയും തന്നെ പ്രയാസം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്ര ഉണ്ടോ അത്രയും എണ്ണം ഉൾപ്പെടുത്താൻ വേണ്ടി, എത്ര പേരെയാണോ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് PSC ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പ്രിലിമിനറി പരീക്ഷയുടെ നിലവാരത്തിൽ ഉയർച്ചയും ചോദ്യങ്ങളുടെ കട്ടിയിലുള്ള ഉയർച്ചയൊക്കെ കൂടാനുള്ള സാധ്യത ഏറെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ
വളരെയധികം പ്രയാസമായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള അവലോകനവും കട്ട് ഓഫ് മാർക്കിൻ്റെ അവലോകനവും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷോർട്ട് ലിസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്ക് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. PSCയുടെ തുടർ നടപടികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ തന്നെ വളരെ താമസിക്കാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ 90 അല്ലെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ തന്നെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോഴും പല പരീക്ഷകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.